കുറച്ചു ദിവസങ്ങളായി നമ്മെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും അതുപോലെ തന്നെ വലിയ സൂഫിവര്യനുമായ ഷെയ്ഖുന മാണിയൂർ ഉസ്താദിൻ്റെ വഫാത്ത്. കാരണം അത്രമേൽ ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണിയൂർ ഉസ്താദ്. ഒരുപാട് ആളുകളുടെ രോഗത്തിന് ശമനമായി, ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമായിരുന്നു ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, പണ്ഡിതൻ്റെ മരണം ലോകത്തിൻ്റെ മരണമാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നത് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ പോലത്തെ തഖ്വയുള്ള നല്ല സാത്വികരായ പണ്ഡിതന്മാർ വഫാത്താകുമ്പോഴാണ് അതിൻ്റെ ആശയ അർത്ഥതലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപാട് ഇൽമിൻ്റെ നിറകൂടമായ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് വളരെ വിനയത്തോടു കൂടിയാണ് ഭൂമിയിൽ ജീവിച്ചത്. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരോടൊപ്പം നമ്മയും അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും ഓർക്കേണ്ട, ആലോചിക്കേണ്ട വിഷയമാണ് മരണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണിയൂർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ എന്നും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് സ്വന്തം കൈപ്പടയിൽ എഴുതിവെച്ച ആ വസിയത്ത് പത്രിക നമ്മളൊക്കെ വാട്സപ്പ് മാധ്യമങ്ങളിലൂടെ വായിച്ചു കാണും. പ്രതീക്ഷയോടുകൂടി മരണം കാത്തിരിക്കുന്ന ഒരു സാത്വികനായ പണ്ഡിതൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളുമാണ് ആ വസിയത്ത് പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭൗതിക താല്പര്യങ്ങൾ ഒന്നും അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ദീനുമായും പരലോകവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ആ വസിയത്തിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് വസിയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ എന്നിവർ ആരോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല. പൂർണ്ണ പൊരുത്തവും തൃപ്തിയുമാണ്. എന്നോട് ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുഅ്മിനീങ്ങൾ ആരോടും യാതൊരു വെറുപ്പുമില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടില്ലാതെ മരിച്ചു പോകരുത്. വ്യാജ ത്വരീഖത്തിലോ വ്യാജന്മാരുടെ വലയത്തിലോ പെട്ടുപോകുന്നതു സൂക്ഷിക്കുകയും വേണം. നല്ല സ്വഭാവം, നല്ല വേഷം, ഇൽമ്, ഇബാദത്ത് ഇവയിലായി ജീവിക്കണം. തമ്മിലുള്ള ഐക്യവും അച്ചടക്കവും കാത്തു സൂക്ഷിക്കണം. തുടർന്ന് താൻ മരിച്ചാൽ കഫൻ ചെയ്യേണ്ട രീതി, മറവ് ചെയ്യേണ്ട സ്ഥലം എന്നിവയെല്ലാം വ്യക്തമായി ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് ആ വസിയത്ത് പത്രികയിൽ എഴുതി വച്ചിട്ടുണ്ട്. കഫൻ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അത് വെച്ചിരിക്കുന്ന സ്ഥലവും വസിയത്തിൽ പറയുന്നുണ്ട്. ഉസ്താദ് ഇബാദത്തിനും മന്ത്രത്തിനും ഇരുന്ന ഹാളിലാണ് ഖബർ. അതിൻ്റെ മുകൾ ഭാഗം ഹിഫ്ള് കോളേജാണ്. എക്കാലവും ഖബറിന് സമീപം ഖുർആൻ ഓത്ത് കിട്ടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് ഖബർ അവിടെ വേണമെന്നുള്ള ആഗ്രഹം വസിയത്തിൽ പ്രത്യേകം പരാമർശിച്ചത്. ഇങ്ങനെയാണ് വസിയത്ത് അവസാനിക്കുന്നത്. മന്ത്രിക്കാനും ഉറുക്കെഴുതാനുമുള്ള ഇജാസത്ത് മാണിയൂർ ഉസ്താദിൻ്റെ മക്കളായ ബഷീറിനും അബ്ദുല്ലക്കും കിതാബ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുൻവിറിലുമുള്ള വെള്ളം കുറയുമ്പോൾ രണ്ടിലൊരാൾ മന്ത്രിച്ചു കൊടുക്കുക. ഫലം കുറഞ്ഞു പോകാതെ ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. കിതാബുകളെല്ലാം കുടുംബത്തിലെ ദുരിയത്തിലെ അഹ്ലുൽ ഇൽമിൻ്റെ മേൽ വഖഫാണ്. പുറത്തു കൊണ്ടുപോകാതെ ഉപയോഗിക്കുകയും ചെയ്യണം. തൻ്റെ വീട് പരിസരവും ഉൾപ്പെടെ 30 സെൻറ്റ് ഭൂമിയും ഉസ്താദ് വഖഫ് ചെയ്തിരിക്കുകയാണ്. പിതാവിൻ്റെ പേരിലുള്ള കുടുംബ ട്രസ്റ്റിന് വഖഫാക്കിയത് ഹിഫ്ള് കോളേജും ദീനി സ്ഥാപനങ്ങളും നടത്താൻ വേണ്ടിയാണ്. മക്കൾക്കെല്ലാം സ്ഥലങ്ങൾ മുമ്പ് വീതിച്ച് നൽകിയിട്ടുമുണ്ട്. അള്ളാഹുവിലേക്ക് യാത്രയാകാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സൂഫി വര്യൻ്റെ ജീവിതമാണ് ഇതിലെല്ലാം നേളിച്ച് കാണാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിൻ്റെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ജീവിതമെല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. തെറ്റ് ചെയ്യാതെ, നന്മ ചെയ്ത്, ആരെയും വെറുപ്പിക്കാതെ, വിനയാനിതനായി നടന്ന് റാഹത്തായി ജീവിച്ച്, അതുപോലെ ആഖിബത്ത് നന്നായി റാഹത്തോടു കൂടി മാണിയൂർ ഉസ്താദൊക്കെ വഫാത്തായതുപോലെ റാഹത്തായി മരിക്കാൻ, അല്ലാഹ് എന്ന് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.